ദേവമംഗൾ ആസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. ദേവമംഗൾ ആസ്ട്രോ മീഡിയയ്ക്ക് നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് ഏറെ നന്ദി. ശനിദശാകാലത്തും ശനിദശയിലെ ഓരോ ഗ്രഹങ്ങളുടെ ദശാപകാരകാലത്തും അനുഭവപ്പെടുന്ന ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതിയിൽ ശനിയുടെ ഉച്ചം, നീചം, മിത്രക്ഷേത്രസ്ഥിതി, ശത്രുക്ഷേത്രസ്ഥിതി, ഗോചരവശാലുള്ള ഫലങ്ങളും അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ കണ്ടേക്കാം. ഇവിടെ പൊതുവായ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്തെന്നാൽ ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതിയിൽ വ്യത്യാസം ഉണ്ടാകുമല്ലോ. ശനിദശാകാലം 19 വർഷമാണ്. ജാതകത്തിൽ ബലവാനായി നിൽക്കുന്ന ശനിയുടെ ദശാകാലം ധനലാഭം, ഭൂമിലാഭം, ഗ്രാമം, നഗരം, സംഘം എന്നിവയുടെ നേതൃത്വം, സ്ഥാനപ്രാപ്തി, ആരോഗ്യം, നാൽക്കാലികളിൽ നിന്ന് ലാഭം, അഭീഷ്ടശുദ്ധി, വിദ്യാവിജയം, ഗൃഹസുഖം എന്നീ ഗുണഫലങ്ങൾ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ ശനി നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ അനിഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ധനനഷ്ടം, ഭൂമിനഷ്ടം, വാക്കുതർക്കം, തനിക്കും കളത്രങ്ങൾക്കും ആപത്തുകൾ, വൃദ്ധസ്ത്രീകളുമായി വീഴ്ച, വാതരോഗം, പകർച്ചവ്യാധികൾ, കാലിൽ അസുഖം, അധ്വാനഭാരം എന്നീ ദോഷഫലങ്ങൾ അനുഭവപ്പെടുന്നതോടൊപ്പം പിതാവിനോ പിതൃതുല്യരായ ആർക്കെങ്കിലും നാശം എന്നീ ദോഷഫലങ്ങളും ഉണ്ടായേക്കാം. ഏതു രാശിയിലായാലും ഉച്ചത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശയും ശുഭനോടുകൂടി നിൽക്കുന്ന ശനിയുടെ ദശയും അഭിഷ്ടപ്രദമായിരിക്കും. എന്നാൽ നീചത്തിലോ നീചാംശകത്തിലോ പാപഗ്രഹയോഗം ചെയ്തു നിൽക്കുകയോ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുകയോ ചെയ്യുന്ന ശനിയുടെ ദശാകാലം വളരെയധികം അരിഷ്ടതകൾ നിറഞ്ഞതായിരിക്കും. അതുപോലെ തന്നെ വക്രത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശാകാലം ഫലപ്രാപ്തിയില്ലാത്തതായിരിക്കും. എല്ലാ കാര്യങ്ങളിലും അലസതയും ഉത്സാഹക്കുറവും അനുഭവപ്പെടും. മൗഢ്യത്തിലുള്ള ശനിയുടെ ദശാകാലത്ത് എല്ലാ കാര്യങ്ങളിലും പരാജയവും സ്വജനങ്ങളുടെ വിരോധവും അനുഭവത്തിൽ വരും. മേടത്തിൽ നിൽക്കുന്ന ശനിദശയിൽ അന്യദേശവാസം, സ്ഥാനചലനം, കൃഷിയിൽ നിന്നും നഷ്ടം. എന്നാൽ മധ്യകാലം കഴിഞ്ഞാൽ ധനധാന്യലാഭം, ധനാഭിവൃദ്ധി, സുഖം, ദേശനായകത്വം എന്നിവ സിദ്ധിക്കും. ഇടവത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശയിൽ ധനധാന്യ സമൃദ്ധി, ധർമ്മകാര്യങ്ങൾക്കായി പണം ചെലവഴിക്കുക, ഭാര്യാസുഖം, ഉദ്യോഗലാഭം, കീർത്തി തുടങ്ങിയ ഗുണഫലങ്ങൾ ഉണ്ടാകും. മിഥുനത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശയിൽ ധനധാന്യ സമ്പത്തുകൾ വർദ്ധിക്കും. എങ്കിലും സഹോദരങ്ങൾക്കും സന്താനങ്ങൾക്കും ദുരിതങ്ങൾ ഉണ്ടായേക്കാം. കർക്കിടകത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശയിൽ മാതാവിനോ മാതൃതുല്യർക്കോ ദുരിതങ്ങളും കഷ്ടപ്പാടുകൾ എന്നീ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ചിങ്ങത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശയിൽ ഭാര്യാദുരിതം, പിതാവിന് രോഗദുരിതമോ സംഭവിക്കാം. കന്നിയിൽ നിൽക്കുന്ന ശനിയുടെ ദശയിൽ ധനധാന്യാദികൾക്കും ഭൂസ്വത്തിനും നാശം. എന്നാൽ ചെറിയ ഗുണഫലങ്ങളും ഇക്കാലയളവിൽ അനുഭവപ്പെട്ടേക്കാം. തുലാത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശയിൽ സമ്പത്തും പദവിയും കൈവരും. ഉദ്യോഗത്തിൽ അംഗീകാരമോ ഉയർച്ചയോ കൈവരും എന്നീ ഗുണഫലങ്ങൾ ഉണ്ടാകുമെങ്കിലും പിതാവിനോ മാതാവിനോ രോഗം അല്ലെങ്കിൽ വലിയ ദുരിതം എന്നീ ദോഷഫലങ്ങളും ഉണ്ടായേക്കാം. വൃശ്ചികത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശയിൽ ധനനഷ്ടം, സാമ്പത്തിക ബാധ്യത, മാനസിക തകർച്ച, സ്വന്തം നാടും വിട്ട് അന്യനാട്ടിൽ പോകുക എന്നീ ക്ലേശഫലങ്ങൾ അനുഭവപ്പെടുമെങ്കിലും ഒടുവിൽ സുഖം കൈവരും. ധനുവിൽ നിൽക്കുന്ന ശനി അനിഷ്ടസ്ഥാനത്താണെങ്കിൽ ആ ദശാകാലത്ത് കാരാഗ്രഹവാസം പോലും അനുഭവിക്കേണ്ടതായി വന്നേക്കാം. എന്നാൽ ശനി ശുഭസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ദോഷഫലങ്ങൾക്ക് കുറവേ അനുഭവപ്പെടും. മകരത്തിലോ കുംഭത്തിലോ നിൽക്കുന്ന ശനിയുടെ ദശാകാലം വളരെ ഐശ്വര്യവും ധനവും ഭാഗ്യവും ഉണ്ടാകും. എന്നാൽ കുംഭത്തിൽ നിൽക്കുന്ന ശനി ഇപ്പറഞ്ഞ ഗുണഫലങ്ങളോടൊപ്പം തന്നെ ദേഹത്തിൽ മുറിവോ ചതവോ പൊട്ടലോ പോലുള്ള ദോഷഫലങ്ങളും ഉണ്ടാക്കിയേക്കാം. സന്താനങ്ങൾക്കോ ഭാര്യയ്ക്കോ ജാതകനു തന്നെയോ സുഖഹാനിയും സംഭവിച്ചേക്കാം. മീനത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശയിൽ ഭൂമിനാശം, ധനഹാനി, മാതാവിനാരിഷ്ടത, നേത്രരോഗം എന്നീ ദോഷഫലങ്ങൾ ഉണ്ടാകും. സൂര്യനോട് കൂടിയോ സൂര്യനാൽ ദൃഷ്ടി ചെയ്യപ്പെടുന്നവനോ ആയ ശനിദശയുടെ കാലം വലിയ ഭാഗ്യങ്ങൾ തേടിവെത്തും. വ്യാഴത്തോട് ചേർന്ന് നിൽക്കുന്ന ശനിയുടെ ദശയുടെ ആദ്യഘട്ടം പലവിധത്തിലുള്ള അനർത്ഥങ്ങളും പിന്നീടുള്ള ഘട്ടം എല്ലാവിധ ഭാഗ്യങ്ങളും ധനസമൃദ്ധിയും ഐശ്വര്യവും കീർത്തിയും ഉണ്ടാക്കും. ചന്ദ്രദൃഷ്ടിയോടുകൂടി നിൽക്കുന്ന ശനിദശയിൽ ഗ്രഹലാഭം, വാഹനലാഭം എന്നിവ സിദ്ധിക്കും. ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 4, 7, 11 ഈ ഭാവങ്ങളിൽ നിൽക്കുന്ന ശനിയുടെ ദശയിൽ മാതാവിന് മരണം വരെ സംഭവിച്ചേക്കാം. എന്നാൽ ശനി ബലവാനാണെങ്കിൽ ഈ ദോഷം സംഭവിക്കയില്ലതാനും.
ശുക്രനോട് യോഗം ചെയ്തോ ശുക്രനാൽ ദൃഷ്ടി ചെയ്യപ്പെട്ടോ നിൽക്കുന്ന ശനിദശയുടെ ദശയിൽ പല പ്രകാരത്തിലും ധനലാഭം, സ്ഥാനപ്രാപ്തി, മനോസുഖം, സുന്ദരി സമാഗമം എന്നീ ഫലങ്ങളുണ്ടാകും. ശുക്രൻ നിൽക്കുന്ന രാശിയുടെ 4, 7, 11 ഈ ഭാവങ്ങളിൽ നിൽക്കുന്ന ശനിയുടെ ദശയിൽ ഭാര്യയ്ക്ക് നാശവും, അതുപോലെ തന്നെ വ്യാഴം നിൽക്കുന്ന രാശിയുടെ 4, 7, 11 ഈ ഭാവങ്ങളിൽ നിൽക്കുന്ന ശനി ബലഹീനനായി നിന്നാൽ ആ ദശയിലും പിതാവിന് മരണമോ സംഭവിച്ചേക്കാം. ഇനി ശനിദശയിലെ ഓരോ ഗ്രഹത്തിൻ്റെയും അപഹാരകാലത്തെക്കുറിച്ച് നോക്കുമ്പോൾ, അതായത് ഓരോ ദശയിലും 9 ഗ്രഹങ്ങളുടേതായ സമയമുണ്ട്. ഇവയെ അപഹാരം എന്ന് പറയുന്നു. ഏതു ദശയുടെയും ആദ്യ അപഹാരം ആ ദശാനാഥൻ്റേത് തന്നെയായിരിക്കും. ശനിദശയിലെ ശനിയുടെ അപഹാരം 3 വർഷം 3 ദിവസമാണ്. ഈ കാലയളവിൽ താഴ്ന്ന ജാതിക്കാരിൽ നിന്ന് ധനലാഭം, വൃദ്ധസ്ത്രീകളുമായ സമ്പർക്കം, അതിൽ നിന്ന് ധനലാഭം, പ്രവൃത്തികളിൽ വിജയം, ഗ്രഹസുഖം, വാഹനഗുണം, പാപകർമ്മങ്ങളിൽ താൽപ്പര്യം എന്നീ ഫലങ്ങളുണ്ടാക്കും. ശനിദശയിലെ ബുധൻ്റെ അപഹാരം 2 വർഷം 8 മാസം 9 ദിവസമാണ്. ഇക്കാലയളവിൽ വിദ്യാവിജയം, കാര്യങ്ങളിൽ വിജയം, സമ്പത്ത്, സുഖം, ധനധാന്യവർദ്ധന, മാതുല പ്രശംസ, ബന്ധുഗുണം, വിദേശ പഠനം, ഈശ്വരപ്രീതി എന്നീ ഫലങ്ങളുണ്ടാകും. ശനിദശയിലെ കേതു അപഹാരം 1 വർഷം 1 മാസം 9 ദിവസമാണ്. ഇക്കാലയളവ് അത്ര ഗുണകരമായിരിക്കില്ല. അഗ്നിഭയം, ഇടിമിന്നലിൽ നിന്ന് അപകടം, അപവാദം കേൾക്കേണ്ടി വരിക, കർമ്മവിഘ്നം, ജീർണഭവനങ്ങളിൽ താമസം, ശത്രുപീഡ, കളത്ര സന്താനക്ലേശം, വീഴ്ചകൾ, പ്രേതകോപം, സർപ്പകോപം, ദുർദേവതകളെ ആരാധിക്കൽ എന്നീ ഫലങ്ങളുണ്ടാവും. ശനിദശയിൽ ശുക്ര അപഹാരം 3 വർഷം 2 മാസമാണ്. ഇക്കാലയളവിൽ കളത്ര സന്താനസുഖം, പുതിയ ഗ്രഹനിർമ്മാണം, ധനലാഭം, വാഹനലാഭം, കീർത്തി, സൽക്കാരങ്ങളിൽ പങ്കുകൊള്ളുക, വ്യാപാരത്തിൽ നിന്ന് ധനലാഭം എന്നീ ഗുണങ്ങളുണ്ടാകും. ശനിദശയിൽ ആദിത്യ അപഹാരം 11 മാസം 12 ദിവസമാണ്. ഇക്കാലയളവിൽ ശിരോരോഗങ്ങൾ, നേത്രരോഗം, ശത്രുഭയം, പിതാവിന് അരിഷ്ടത, സന്താനക്ലേശം, ബന്ധുനാശം, തൊഴിൽ രംഗത്ത് മേലധികാരികളിൽ നിന്നും അപ്രീതി, തൊഴിൽമാന്ദ്യം, അത്യാസന്ന രോഗങ്ങൾ എന്നീ ഫലങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ശനിദശയിൽ ചന്ദ്ര അപഹാരം 2 വർഷം 7 മാസമാണ്. ഇക്കാലയളവിൽ ധനലാഭം, ഐശ്വര്യം, ബന്ധുപ്രീതി, ഉദ്യോഗത്തിൽ ഉയർച്ച, ജലയാത്രകൾ എന്നീ ഗുണഫലങ്ങളോടൊപ്പം ജാതകനോ ഭാര്യയ്ക്കോ മാതാപിതാക്കൾക്കോ മരണതുല്യമായ കഷ്ടരിഷ്ടതകളും സംഭവിച്ചേക്കാം. ശനിദശയിലെ കുജ അപഹാരം 1 വർഷം 1 മാസം 9 ദിവസമാണ്. ഇക്കാലത്ത് ധനനഷ്ടം, സഹോദരങ്ങളുമായി ശത്രുത, സംഘടനകളിൽ പരുക്ക്, അംഗഭംഗം, സ്ഥാനഭ്രംശം, നേത്രരോഗം, രക്തദൂഷ്യം, അഗ്നിയിൽ നിന്ന് ഭയം, ശത്രുവിരോധം, ഭാര്യയ്ക്ക് ഗർഭമലസൽ, അർശോരോഗം, പാദരോഗം എന്നീ ഫലങ്ങളുണ്ടായേക്കാം. ശനിദശയിൽ രാഹു അപഹാരം 2 വർഷം 10 മാസം 6 ദിവസമാണ്. ഇക്കാലത്ത് ധനനഷ്ടം, ശസ്ത്രക്രിയ, കള്ളന്മാരാൽ ധനനഷ്ടം, സർപ്പകോപം, ത്വക്കുരോഗം, വ്രണങ്ങൾ, ദുർമാർഗസഞ്ചാരം, നിരാശ, ദുസ്വപ്നം, മരണഭയം, ആത്മഹത്യാശ്രമം എന്നീ ദോഷഫലങ്ങളും ദശാന്ത്യത്തിൽ ഭൂമിലാഭവും ഉണ്ടാവും. രാഹുർദശയിലെ വ്യാഴ അപഹാരം 2 വർഷം 6 മാസം 12 ദിവസമാണ്. ഇക്കാലയളവിൽ ഗ്രഹസൗഖ്യം, കളത്ര സന്താന ബന്ധുഗുണം, ഗ്രഹലാഭം, ശത്രുക്കളാൽ ആദരിക്കപ്പെടുക, ഭക്തി, പുരാണ വിജ്ഞാനം, ക്ഷേത്രകാര്യങ്ങളിൽ താൽപ്പര്യം. എന്നാൽ ദശാന്ത്യത്തിൽ പല ദോഷങ്ങളും അനുഭവപ്പെടും. ശനി നിങ്ങളുടെ ജാതകത്തിൽ ബലവാനല്ലെങ്കിൽ കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനിയൊക്കെ ഈ ശനിദശാ കാലയളവിൽ വന്നാൽ ദോഷഫലങ്ങൾ വർദ്ധിക്കും. എന്നാൽ ശനി ബലവാനാണെങ്കിൽ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയും. ദശാഫലങ്ങളോടൊപ്പം തന്നെ ഗ്രഹചാരവശാലുള്ള ഫലങ്ങളും അനുകൂലമായാലേ ഏതു ദശാകാലവും ഗുണകരമാവൂ. ഏതു നല്ല ദശാകാലത്തും ഗ്രഹചാരവശാലുള്ള ഫലങ്ങൾ അനുകൂലമല്ലെങ്കിൽ ദോഷഫലങ്ങൾ വർദ്ധിക്കും. അതുപോലെ തന്നെ എത്ര ദോഷകരമായ ദശാകാലമാണെങ്കിലും ചാരവശാലുള്ള ഫലം ഗുണകരമാണെങ്കിൽ ദോഷഫലങ്ങൾക്ക് കാഠിന്യമുണ്ടാകില്ല എന്നു മാത്രമല്ല ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുകയും ചെയ്യും. 60 വയസ്സിനുമേൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് മിക്കവാറും 3 പ്രാവശ്യമെങ്കിലും 7.5 ശനിദശാക്കാലം വരാവുന്നതാണ്. ദോഷശാന്തിക്കായി ആദ്യമായി ചെയ്യേണ്ട കാര്യം ആരെയും ദ്രോഹിക്കാതെയും സത്യവും നീതിയും കൈവിടാതെ ജീവിക്കുക. പ്രായമായവരെയും അഗതികളെയും തന്നാൽ കഴിയുന്ന വിധത്തിൽ സഹായിക്കുക. മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും കുട്ടികളെയും ഉപദ്രവിക്കാതിരിക്കുക.
ശാസ്താവിനെയും ശനീശ്വരനെയും ഭജിക്കുക. ശിവങ്കൽ ശംഖാഭിഷേകം, ധാര, കൂവളമാല എന്നിവ സമർപ്പിക്കുക. പഞ്ചാക്ഷരി മന്ത്രം ദിവസവും ജപിക്കുക. കഴിയുമെങ്കിൽ സ്വന്തം നക്ഷത്രവും ശനിയാഴ്ചയും കൂടി വരുന്ന ദിവസം കറുകഹോമം നടത്തുക. ഈ വഴിപാടുകളെല്ലാം തന്നെ ജാതകൻ നേരിട്ട് ചെയ്യുന്നതായിരിക്കും ഉത്തമം. ഇനി അതിന് കഴിയാത്ത അവസ്ഥയാണെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടി സന്താനങ്ങളോ സന്താനങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളോ ഈ പരിഹാരകർമ്മങ്ങൾ ചെയ്യുക. ക്ഷേത്രത്തിൽ പൈസ കൊടുത്ത് ചീട്ടാക്കിയിട്ട് വീട്ടിൽ വന്ന് കിടന്നുറങ്ങിയാൽ അതിന് ഫലമുണ്ടാകില്ല എന്ന് ചുരുക്കം. ഇതിലൊക്കെ ഉപരിയായി മാനസപൂജയാണ് ഏറ്റവും ഉത്തമം, അതായത് സ്വന്തം പ്രാർത്ഥന. എല്ലാവർക്കും വലിയ വഴിപാടുകൾ നടത്താനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായെന്ന് അങ്ങനെയുള്ളവർ സ്വന്തം കൈകൊണ്ട് കൂവളമാല, കറുകമാല എന്നിവ കെട്ടി ക്ഷേത്രത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വീട്ടിലുണ്ടാകുന്ന പുഷ്പങ്ങളും തുളസിയും ദേവന് സമർപ്പിക്കുക. ശിവസഹസ്രനാമം ദിവസവും ജപിക്കുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവിയേ നമഃ.